സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. പല ജില്ലകളിലും മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ബാണാസുര ഡാം അല്പസമയത്തിനകം തന്നെ തുറക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തരത്തിലുള്ള മഴയായിരുന്നു ഡാമിന്റെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡാം തുറക്കുന്നത്. സൈറൺ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം തത്സമയം. കർണാടകയിലെ ഭീഷ്ണഹള്ളി ഡാമിലേക്ക് എത്തും. കഴിഞ്ഞ നിരന്തരമായി ഡാം വിഷയത്തിൽ ചർച്ചകളും യോഗങ്ങളും നടത്താറുണ്ട്. ഇവിടെ ഡാം തുറക്കുന്നതിനനുസരിച്ച് ഭീഷ്ണഹള്ളിയിലും ഷട്ടറുകൾ തുറന്ന ജലനിരപ്പ് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ മലമ്പുഴ, ബാണാസുര സാഗർ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാൻ പോവുകയാണ്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഡാമുകളുടെ ഷട്ടർ തുറക്കുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ബാണാസുര ഡാമിനടുത്ത് നിന്ന് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, നിലവിലിപ്പോൾ ഡാമിലെ ജലനിരപ്പ് എത്രയാണ്? ഡാം എപ്പോൾ തുറക്കും? ഇപ്പോൾ സൈറണൊക്കെ നൽകി കഴിഞ്ഞല്ലോ. പരമാവധി, അതായത് റെഡ് അലേർട്ടിനുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത് 768 അതിൽ കവിഞ്ഞ് 1.5 മീറ്ററിലധികം വെള്ളം ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിലുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വെള്ളം ഒഴുക്കിവിടാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. സ്പിൽവേ ഷട്ടറുകൾ 10 മണിക്ക് തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ സൈറണ് മുഴങ്ങിക്കഴിഞ്ഞു. 1 മിനിറ്റ് ഇടവേളയിൽ 3 സൈറൺ നൽകിക്കൊണ്ട് അതിനുശേഷമാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുക. അങ്ങനെ വെള്ളം കാരമൻ തോട് എന്ന് പറയുന്ന ഇതിന്റെ ഈ ബാണാസുര സാഗർ ഡാമിൽ ഇപ്പോൾ 3ാമത്തെ സൈറണാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുകയും വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുകയും ചെയ്തു. ഈ ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കാരമൻ തോട് എന്ന് പറയുന്ന ഒരു തോടിലൂടെയാണ്. അവിടെയുള്ള അതിന് സമീപത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളോടും അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തുന്ന വേളയിൽ ഈ തോടിലേക്ക് കൂടുതൽ വെള്ളം ഒഴുക്കിവിടും. 50 മീറ്റർ ക്യൂബ് വെള്ളമാണ് ഒരു സെക്കൻഡിൽ ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുക. അതായത് ഇതിൽ നിന്നും 10 സെന്റിമീറ്റർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ 50 മീറ്റർ ക്യൂബ് വെള്ളം ഒരു സെക്കൻഡിൽ പുറത്തേക്ക് ഒഴുകും. അങ്ങനെ കാരമൻ തോടിലേക്കും പിന്നീട് അവിടെ നിന്നും ഇതിനെ കൈവഴികളായിട്ടുള്ള പുഴകളിലേക്കുമായിരിക്കും ഈ വെള്ളം ഒഴുക്കിവിടുന്നത്. അതേ തുടർന്നാണ് ഈ സമീപത്ത് താമസിക്കുന്ന ആളുകളോട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ തന്നെ ഒരു സുരക്ഷമായ സ്ഥലത്തേക്ക്, സുരക്ഷിതമായൊരു ക്യാമ്പിലേക്കോ മറ്റോ മാറണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ ഒരു 10 സെന്റിമീറ്റർ വീതമാണ് ഈ 4 ഷട്ടറുകളും തുറക്കുക അല്ലെങ്കിൽ ഉയർത്തുക. അതേ തുടർന്ന് പിന്നീട് വെള്ളം ഈ കാരമൻ തോടിലേക്കും പിന്നീട് അതിന്റെ കൈവഴികളിലായിട്ടുള്ള പുഴകളിലേക്കും തോടുകളിലേക്കുമായിരിക്കും വെള്ളം ഒഴുക്കിവിടുക. ഇതിന്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളോടൊക്കെ തന്നെ മാറി നിൽക്കാനും കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ എത്തിക്കാനുമുള്ള ഒരു ശ്രമം അധികൃതർ നടത്തുന്നുണ്ട്. ഏതായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ ഈ അനൗൺസ്മെന്റ് വാഹനങ്ങളും മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഈ റോഡിലൂടെയൊക്കെ തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ തന്നെ കടന്നു പോവുകയുണ്ടായി. അതിനുശേഷമാണ് ഈ 3 സൈറൺ നൽകിക്കൊണ്ട് ആ 1 മിനിറ്റ് ഇടവേളയിൽ 3 സൈറണുകൾ നൽകുന്നത്. ഇപ്പോൾ 3ാമത്തെ സൈറനും മുഴങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. അങ്ങനെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടും. ഈ അതിശക്തമായ മഴയാണ് വയനാട് ജില്ലയിലെ, അതായത് ബാണാസുര സാഗറിന്റെ ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സമീപ കാലത്തൊക്കെ തന്നെ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിച്ചത്. അതേ തുടർന്നാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പായിട്ടുള്ള 768 എന്നതിൽ കവിഞ്ഞ് 769.5 ജലനിരപ്പ് എത്തിയത്. അങ്ങനെയാണ് ഡാമിൽ നിന്നും അധിക ജലം, അതായത് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും ഒഴുകി വന്ന അധിക ജലം ഈ തുറന്നു വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഡാം തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പും നൽകിയതിനു ശേഷം 3 സൈറണുകൾ ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 3 സൈറണുകൾ നൽകും. 1 മിനിറ്റ് ഇടവേളയിലായിരിക്കും ഈ സൈറണുകളൊക്കെ തന്നെ ഉണ്ടാവുക. ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യത്തിൽ ഒരു ഷട്ടറാണ് ഇപ്പോൾ 10 സെന്റിമീറ്ററായി ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം അത് ബാണാസുര സാഗർ ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച
നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. അങ്ങനെ ഒരു ഷട്ടറാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ മറ്റു ഷട്ടറുകൾ കൂടി തുറക്കും. അങ്ങനെ സെക്കൻഡിൽ 50 മീറ്റർ ക്യൂബ് വെള്ളം പുറത്തേക്ക് ഒഴിച്ചുവിടാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു.